തൃപ്പൂണിത്തുറയിലെ സ്കൂൾ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ സ്കൂൾ അധികൃതർക്കെതിരെ പരാതിയുമായി കുടുംബം രംഗത്ത്. സ്കൂളിലെ ഒരു പ്രത്യേക ഗ്യാങ് വിദ്യാർത്ഥികളാൽ അതിക്രൂരമായി മിഹിർ റാഗ് ചെയ്യപ്പെട്ടു. സ്കൂളിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചും അതിക്രൂരമായി പീഡിപ്പിച്ചു. മിഹിറിന്റെ മരണവും വിദ്യാർത്ഥികൾ ആഘോഷിച്ചെന്നും വിഷയത്തിൽ സ്കൂൾ അധികൃതർ ഇടപെട്ടില്ലെന്നും ബന്ധു പറഞ്ഞു. ദിൽഷ തിലകൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇപ്പോൾ ന്യൂസ് മലയാളത്തോടൊപ്പം മിഹിറിന്റെ അമ്മാവനായ ഷരീഫ് ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. വളരെ വലിയൊരു വേദനയാണ് ഉണ്ടായിരിക്കുന്നത്. കുടുംബത്തിന്റെ വേദന മനസ്സിലാക്കുന്നുണ്ട്. സത്യത്തിൽ മിഹിറിന് എന്താണ് സംഭവിച്ചത് എന്നാണ് കുടുംബം മനസ്സിലാക്കുന്നത്? അതായത് ഇവന് ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് ജോയിൻ ചെയ്തതിന് ശേഷം 3 months ആയി അവിടെ ജോയിൻ ചെയ്തിട്ട്. അപ്പം അവൻ മരിച്ച ദിവസം, അതായത് 15th മരിച്ചതിന് ശേഷം ആണ് നമ്മൾ അവൻ്റെ ഫ്രണ്ട്സ് ത്രൂവും, അത് മാത്രമല്ല അവൻ്റെ പേരിലൊരു ഇൻസ്റ്റഗ്രാം പേജ് ഫോറം ഉണ്ടായിരുന്നു, ജസ്റ്റിസ് ഫോർ മെഹീർ എന്ന് പറഞ്ഞിട്ട്. അത് 2 days ഡിലീറ്റ് ആവുകയും ചെയ്യും ആ ഫോറം. അപ്പം ആ ഫോറത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് ചാറ്റും, അതായത് അവൻ്റെ പിന്നെ സ്കൂളിൽ പഠിച്ച കുറച്ച് സ്റ്റുഡൻസിൻ്റെ ചാറ്റും നമുക്ക് സ്ക്രീൻഷോട്ട്സ് കിട്ടി. അതായത് അവൻ്റെ ഫ്രണ്ട്സ് ത്രൂവും എല്ലാതെയും നമുക്ക് കിട്ടി. അപ്പോൾ ഇതിലുണ്ടായിരുന്നത് പ്രകാരം അവൻ അവിടെ ഭയങ്കര എന്താ പറയുക, സഹിക്കാൻ പറ്റാത്ത രീതിയിൽ റാഗിങ് അവൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫോഴ്സ്ഫുള്ളി ഇവനെ ടോയ്ലറ്റിൽ കൊണ്ടുപോയിട്ട് ടോയ്ലറ്റ് ലിക്ക് ചെയ്യിപ്പിക്കുക, അതേപോലെ ക്ലോസറ്റ് ലിക്ക് ചെയ്യിപ്പിക്കുക, അതേപോലെ ഫ്ലഷ്, അതായത് തല ക്ലോസറ്റിലേക്ക് ഇട്ടിട്ട് ഫ്ലഷ് ചെയ്യുക, പിന്നെ ഫിസിക്കലി അസോൾട്ട് ചെയ്യുക. ഇതൊക്കെ അവന് അവിടെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അത് ഇവൻ്റെ ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് മരിച്ച ദിവസം ലാസ്റ്റ് ഡേ പോലും അവൻ്റെ സ്കൂൾ ബസ്സിൽ അവനെ ഫിസിക്കലി അസോൾട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ കേട്ടത്. കുടുംബത്തോട് മിഹിർ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പങ്കുവെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ ഇൻസിഡൻസിനെ പറ്റിയിട്ടൊന്നും മിഹിർ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. പക്ഷേ ഇൻസിഡൻസ് മിഹിറിന്റെ ക്ലോസ് ഫ്രണ്ട്സുമായിട്ട് മിഹിർ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ആ ഇൻസിഡൻറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ അവൻ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ അറിയില്ല എന്നുള്ളത് അവന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സിനോട് പറയുമ്പോൾ. അവനെ അത്രയും ഡിസ്റ്റർബ് ചെയ്ത ഒരു ഇൻസിഡന്റ് ആയതുകൊണ്ടായിരിക്കണം അത് പറയേണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ആ ചാറ്റുകളൊക്കെ കണ്ടതാണ്. അതായത് മരണം വരെ വളരെ ആഘോഷമാക്കുകയാണ് അവർ. അപ്പോൾ ആ ചാറ്റുകളൊക്കെ എങ്ങനെയാണ്? സഹപാഠികളിൽ നിന്നാണോ ലഭിക്കുന്നത്? സഹപാഠികളിൽ നിന്ന് കിട്ടുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയായിരുന്നു? അത് പിന്നെ ഞാൻ പറഞ്ഞില്ല, അവൻ്റെ സ്കൂളിലുള്ളതും അവൻ്റെ ഫ്രണ്ട്സ് ത്രൂ ആണ് നമുക്ക് ഈ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട്സ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വേറെയും കുറച്ച് സ്റ്റുഡൻസ് നമ്മളോട് പറയുണ്ടായി. അതായത് ഈ ഇൻസിഡൻറ്റ് നടന്ന് മെഹീർ മരിച്ചതിന് ശേഷം ആ സ്കൂളിലുള്ള ടീച്ചേഴ്സിനോട് ഈ ഇൻസിഡൻറ്റിനെ പറ്റി പറഞ്ഞപ്പോഴും ഇത് മറച്ചു വെക്കാനാണ് അവർ ശ്രമിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പം ഇത് സംഭവം എന്താണ് ശരിക്കും നടന്നതെന്ന് നമുക്ക് അറിയണം. അപ്പം അത് ഈ അന്വേഷണത്തിലൂടെ പുറത്തു വരുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതായത് സ്കൂൾ അധികൃതരോട് ഈ ഒരു വിഷയം സൂചിപ്പിച്ച സമയത്ത്, അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ സമയത്ത് അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അതായത് ഈ ഇൻസിഡന്റിനെ പറ്റിയിട്ടും നമുക്ക് കിട്ടിയ പ്രൂഫും എല്ലാം നമ്മൾ സ്കൂളിന് കൈമാറിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിന് 23rd Jan. അപ്പോൾ അതിന് അവർ റിപ്ലൈ തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ട് പോലീസിന് കൊടുത്തിട്ടുണ്ടെന്നാണ്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ സ്കൂൾ അധികൃതർ പറയുന്നത് അവർക്ക് കുടുംബത്തിന്റെ ഭാഗത്തൊന്നോ അല്ലെങ്കിൽ മറ്റ് ആരുടെ ഭാഗത്തൊന്നോ ഇത്തരത്തിൽ യാതൊരുവിധ പരാതിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. നമ്മൾ 23rd January സ്കൂളിന് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. ആ മെയിലിന്റെ കോപ്പി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം, നമ്മൾ അവരെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ കേസ് അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പോലീസ് വളരെ സപ്പോർട്ടീവാണ്. അവർ പോസിബിൾ ആയിട്ടുള്ള എല്ലാ വഴികളിലൂടെ അവർ നോക്കുന്നുണ്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ നമുക്കതിൽ വിശ്വാസമുണ്ട്. ഇതിൽ ട്രൂത്ത് പുറത്തു വരുന്നത് നമുക്ക് വിശ്വാസമുണ്ട്. അതിക്രൂരമായിട്ട് തന്നെ മിഹിർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. അത് വ്യക്തമായിട്ടുള്ള തെളിവുകളും ഇവരുടെ കയ്യിലുണ്ട്. മാത്രവുമല്ല, ഇവർ സ്കൂൾ അധികൃതർക്ക് കൃത്യമായിട്ട് January 23 സംഭവം നടക്കുന്നത് January 15 January 23 കൃത്യമായിട്ട് സ്കൂൾ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. മിഹിറിന്റെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട ഇത് സൂചിപ്പിച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥികളിൽ നിന്നും ഈ സോഷ്യൽ മീഡിയ ചാറ്റുകളിൽ നിന്നും എല്ലാം ലഭിച്ച വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് സ്കൂളിന് ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഈ സംഭവങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട്. പക്ഷേ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇവർക്ക് കുടുംബത്തിന് സപ്പോർട്ടീവായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഒരു സഹകരണമോ ഒരു സഹായമോ ഉണ്ടായിട്ടില്ല. സ്കൂൾ അധികൃതർ ഈ ഒരു സംഭവത്തിൽ അതായത് ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ നടന്ന, അതായത് ഈ ഒരു പ്രത്യേകതരം ഗ്യാങ്ങിന്റെ പീഡനങ്ങൾക്ക് മാസങ്ങളായിട്ട് ഇരയായിട്ടുള്ള ഒരു കുട്ടി സ്കൂളിൽ ഈ ഒരു സംഭവം നടന്നിട്ട് പോലും സ്കൂൾ അധികൃതർ ഇതിനെക്കുറിച്ച് യാതൊരു വിശദീകരണം എന്താണ് നടന്നത് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ കുടുംബത്തിന് നൽകാൻ തയ്യാറായിട്ടില്ല. എന്തായാലും കേസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. മെഹറിന് നീതി കിട്ടട്ടെ. എന്തായാലും ഇതിന് കുറ്റക്കാരായവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കട്ടെ എന്ന് തന്നെയാണ്